മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള ചരിത്രപ്രസിദ്ധമായ പൂരം കുളിച്ചടങ്ങ് നാളെ നടക്കും. ഭക്തിനിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് എത്തുക. 5000-ഓളം പേർക്കുള്ള പൂരക്കഞ്ഞിയാണ് നാളെ തയ്യാറാക്കുക. ഏപ്രിൽ 2 മുതലാണ് മാടായിക്കാവ് പൂരമഹോത്സവം ആരംഭിച്ചത്. വ്യത്യസ്തങ്ങളായ നിരവധി ചടങ്ങുകളാണ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നത്. വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രം നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഒപ്പം ദിവസവും പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും നൽകിയിരുന്നു. ഉത്സവ നാളുകളിൽ തെക്കിനാക്കൽ കോട്ടയിലേക്കും തിരിച്ചു മാടായിക്കാവിലേക്കും ദേവിയുടെ എഴുന്നള്ളത്തും പൂരക്കളിയും ആചാരപൂർവ്വം നടന്നിരുന്നു. അതിരാവിലെ നടക്കുന്ന തിടമ്പെഴുന്നള്ളത്ത് ദർശിക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 8:30 വടുകുന്ത തടാകത്തിൽ ചരിത്രപ്രസിദ്ധമായ പൂരംപുളി ചടങ്ങ് നടക്കും. അതിരാവിലെ 6 മണിക്ക് മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു പറഞ്ഞു. ശ്രീ തിരുവർക്കാട്ടുകാവ് മാടായിക്കാവിലെ അമ്മയുടെ പൂരമഹോത്സവം ഏപ്രിൽ 2 കാർത്തിക 4 മുതൽ മകൻ നാൾ വരെ വളരെ ഭംഗിയായി ആഘോഷിച്ചു വരികയാണ്. ഈ മകൻ നാൾ വരെ ഏകദേശം 15,000-ഓളം ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂരം നാളിൽ രാവിലെ 6 മണിയോടെ ദേവിയുടെ എഴുന്നള്ളത്ത് അരയാത്തറയിലെത്തുകയും തുടർന്ന് 3 കോട്ടകളിലായി ദേവിയുടെ എഴുന്നള്ളത്തും ആചാരപ്രകാരമുള്ള ചടങ്ങുകളുടെ പൂജകളും നടക്കും. 5000-ഓളം പേർക്കുള്ള പൂരക്കഞ്ഞിയും നാളെ തയ്യാറാക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.